നീലനിറത്തിൽ നമ്മൾ കാണുന്നതെല്ലാം ശരിക്കും നീലയാണോ? യഥാർത്ഥത്തിൽ ഈ നീലനിറം എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ? സോ കോൾഡ് നീലത്തിമിംഗലം പോലും ശരിക്കും നീല തന്നെയാണോ? വസ്തുത എന്തെന്നാൽ നീലനിറമായി നമുക്ക് തോന്നുന്നതിൽ 1% മാത്രമേ നീലയായിട്ടുള്ളൂ. അതായത് പ്രകൃതിയിൽ സ്വാഭാവിക പ്രക്രിയയിലൂടെ ഇവോൾവ് ചെയ്യാത്ത നിറമാണ് നീല. ലോകത്ത് തന്നെ ഏറ്റവും അപൂർവമായ നിറം. കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ പ്രകാശ വിസരണം അഥവാ സ്കാറ്ററിംഗ് ഓഫ് ലൈറ്റ് എന്ന പ്രതിഭാസത്തിലൂടെ നമുക്കുണ്ടാകുന്ന തോന്നൽ മാത്രമാണ് ഈ നീലനിറം. അപ്പോൾ നമുക്ക് ചുറ്റുമുള്ള നീലപ്പൊന്മാനും നീലശലഭങ്ങളും നീലനിറത്തിൽ തന്നെയല്ലേ നമ്മൾ കാണുന്നത്? ജീവജാലങ്ങൾ അവയുടെ ചുറ്റുപാടുമായി സംവദിക്കുവാനായി നിറങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നു. 2 പ്രക്രിയയിലൂടെയാണ് സാധാരണഗതിയിൽ ഇത് സാധ്യമാകുന്നത്. നിങ്ങൾ ഫ്ലെമിംഗോയെ കണ്ടിട്ടില്ലേ? അവയുടെ നിറം പിങ്ക് ആണല്ലേ? പക്ഷെ യഥാർത്ഥത്തിൽ അവയുടെ നിറം ചാരനിറമാണ്. എങ്ങനെയാണ് ചാരനിറത്തിലുള്ള ഇവർ പിങ്ക് നിറത്തിലേക്ക് മാറുന്നത്? ക്രസ്റ്റേഷ്യൻസ് വിഭാഗത്തിൽപ്പെട്ട ഞണ്ടുകളെ കഴിക്കുന്നതിലൂടെ ഇവരുടെ ശരീരത്തിലേക്ക് കരോട്ടിനോയിഡ്സ് എത്തുകയും അങ്ങനെ ഇവർ പിങ്ക് നിറത്തിലേക്ക് മാറുകയും ചെയ്യുന്നു. കരോട്ടിനോയിഡ്സ് പോലെയുള്ള പിഗ്മെന്റുകൾ വഴിയാണ് ജീവജാലങ്ങൾ നിറങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നത്. ഇതാണ് ഒന്നാമത്തെ രീതി. എന്നാൽ നീലശലഭങ്ങളുടെയും നീലപ്പൊന്മാന്റെയും കാര്യത്തിൽ ഇങ്ങനെയല്ല. ഇവർക്ക് നീല പിഗ്മെന്റുകളില്ല. പ്രത്യക്ഷത്തിൽ ഇവ നീലയാണ്, എന്നാൽ നീലയല്ല. പിന്നെ എവിടെ നിന്നാണ് ഇവർക്ക് ഈ നീല നിറം ലഭിക്കുന്നത്? ഉത്തരം വളരെ ലളിതമാണ്. പക്ഷികളുടെയും ശലഭങ്ങളുടെയും ചിറകിന്റെ ഘടനയും ആകൃതിയുമാണ് ഇവർക്ക് ഈ നീല നിറം കൈവരാൻ സഹായിക്കുന്നത്. ഇവയുടെ ചിറകിലേക്ക് ലൈറ്റ് വരികയും ഈ ലൈറ്റിൽ ബ്ലൂ ലൈറ്റിനെ മാത്രം, നീല നിറത്തെ മാത്രം അവ വിസരണം ചെയ്യുകയും ചെയ്യുന്നു, അഥവാ സ്കാറ്റർ ചെയ്യുന്നു. ബാക്കി എല്ലാ നിറത്തെയും ഇവ അബ്സോർബ് ചെയ്യുന്നത് കൊണ്ടാണ് ഇവയെ നീല നിറത്തിൽ നമ്മൾ കാണുന്നത്. ഇതേ പ്രക്രിയയിലൂടെ തന്നെയാണ് കടലും നീല നിറത്തിൽ കാണുന്നത്. അതുകൊണ്ട് തന്നെയാണ് കടലിൽ ജീവിക്കുന്ന നീലത്തിമിംഗലം നീല നിറത്തിൽ നമ്മൾ കാണുന്നത്. കൃത്യമായി പറഞ്ഞാൽ ജീവജാലങ്ങൾ നീല നിറം ഉൽപ്പാദിപ്പിക്കുന്നത് അവയുടെ മൈക്രോസ്കോപ്പിക് സ്ട്രക്ചറിലൂടെയാണ്. അതായത് ഇവയൊന്നും തന്നെ നീല പിഗ്മെന്റുകൾ ഉൽപ്പാദിപ്പിക്കുന്നില്ല. ഈ വസ്തുതകൾ ആദ്യമായി പറഞ്ഞത് റോബർട്ട് ഹൂക്കും ഐസക് ന്യൂട്ടണുമാണ്. ഈ നിറങ്ങൾ എന്നെ അത്ഭുതപ്പെടുത്തിയിരിക്കുന്നു എന്നാണ് മയിൽപീലി മൈക്രോസ്കോപ്പിലൂടെ നോക്കിക്കൊണ്ട് റോബർട്ട് ഹൂക്ക് പറഞ്ഞത്. ആദിമ മനുഷ്യർ വരച്ച ഗുഹാചിത്രങ്ങളിൽ പോലും നീല നിറം നമുക്ക് കണ്ടെത്താനായിട്ടില്ല എന്നാണ് പഠനങ്ങൾ പറയുന്നത്. അത്രയ്ക്ക് അപൂർവമാണ് നീല നിറം. അതെ, ഐസക് ന്യൂട്ടൺ പറഞ്ഞതുപോലെ അസാധാരണമായ എന്തോ ഒന്ന് ഈ നിറത്തിന് പിന്നിലുണ്ട്.